السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين എന്നുള്ള ദുആ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും നീ ഇസ്സത്തിലാക്കണമേ എന്ന ദുആ അതിൽ ആർക്കും തർക്കമില്ല. വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ, ശിർക്കിനെയും മുശ്രിക്കീങ്ങളെയും നീ നിന്ദ്യമാക്കണമേ എന്നുള്ള ദുആ. ആ ദുആയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. വ്യാപകമായിട്ട് ആ ദുആ എല്ലാവരും ദ്വാരക്കുന്ന ഒരു ദുആ ആണ്. ഖുതുബകളിലും എല്ലാ ഖുതുബകളിലും വ്യാപകമായി ദ്വാരക്കുന്നുണ്ട്. മാത്രമല്ല, മഅ്ശറ വിളിക്കുന്ന ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻമാർ, മഅ്ശറ വിളിക്കുന്ന ആളുകൾ പോലും അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന് പറയാറുണ്ട്. ഏതായാലും അങ്ങനെയുള്ള ഒരു ചർച്ച വരുന്നത് നല്ലതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനത്തെയുള്ള ഒരു ദുആ ഹദീസിൽ വന്ന ദുആ അല്ല. അതുപോലെ തന്നെ ഖുർആനിലും പഠിപ്പിച്ച ദുആ ഹദീസിൽ വാരിദായ ദുആ അല്ല. മറിച്ച് അത് വ്യാപകമായ ദ്വാരക്കാരുണ്ട്. ഹദീസിൽ വന്നിട്ടില്ല, ഖുർആനിൽ വന്നിട്ടില്ല, വാരിദായിട്ടില്ല, ഹദീസിലും വാരിദായിട്ടില്ല. മാത്രമല്ല, ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിലും ആ ദുആ കാണുകയില്ല. അതുപോലെ തന്നെ ഹനഫി മദ്ഹബിന്റെയോ ഹംബലി മദ്ഹബിന്റെയോ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങളിലും ഈ ദുആ പറഞ്ഞിട്ടില്ല. ആധികാരികമായ ഗ്രന്ഥങ്ങളിലുമൊക്കെ ഈ ദുആ പഠിപ്പിച്ചിട്ടില്ല. പേരോട് ഉസ്താദ് ഒരു വിഷയം പറയുകയാണെങ്കിൽ പിന്നെ അഗാധമായി പഠിച്ചതിന്റെ ശേഷമായിരിക്കും കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. ഓരോ വിഷയങ്ങളും ദീർഘവീക്ഷണം കൊണ്ടാണ് ബഹുമാനപ്പെട്ട ശൈഖുന പേരോട് ഉസ്താദ് പറയാറുള്ളത്. നിങ്ങളൊക്കെ മനസ്സിലാക്കും, ചില ആളുകളൊക്കെ മനസ്സിലാക്കും പേരോട് ഉസ്താദ് ഇങ്ങനെ തോന്നിയത് പറയാ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞു കൊടുത്തതിന് പറയാ. അല്ല, വിശാലമായി പഠിച്ചതിന്റെ ശേഷമാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറയുന്നത്. പേരോട് ഉസ്താദ് പറഞ്ഞു, അങ്ങനെയുള്ള ദുആ പാടില്ല, അങ്ങനെയുള്ള ദുആ ദ്വാരക്കാതിരിക്കലാണ് നല്ലത്. അതിനേക്കാൾ ഏറ്റവും നല്ല ദുആ ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ചു തന്ന ദുആ ആണ്, ഹദീസിൽ വാരിദായിട്ടുള്ള ദുആ ആണ്, ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ദുആ ആണ് നല്ലത് എന്നാണ് പറഞ്ഞത്. ഇതിനേക്കാൾ ദ്വാരക്കുന്നത്. പല ആളുകളും അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തപ്പോ പേരോട് ഉസ്താദ് അത് വിശദമായിട്ട് പറഞ്ഞു. ഈ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ, ശിർക്കിനെയും മുശ്രിക്കീങ്ങളെയും നീ പരാജയപ്പെടുത്തണമേ എന്നുള്ള ദുആ, നിന്നെപ്പെടുത്തണമേ എന്നുള്ള ദുആ ദ്വാരക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, പുത്തനാശയക്കാരായ ആളുകൾ അത് കൂടുതൽ ദ്വാരക്കുന്നത് കൊണ്ടാണ്. അവർ സുന്നികളായ ആളുകളെ ഉദ്ദേശിച്ചിട്ട് അങ്ങനെ ദ്വാരക്കുന്നത് കൊണ്ടാണ് ഞാൻ ദ്വാരക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് പേരോട് ഉസ്താദ് പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് പറഞ്ഞത് വളരെ ശരിയാണ് പേരോട് ഉസ്താദ്. അതായത് ശിർക്കിനെയും മുശ്രിക്കീങ്ങളെയും നീ നിന്ദ്യമാക്കണമേ, പരാജയപ്പെടുത്തണമേ, നശിപ്പിക്കണമേ എന്ന് പറഞ്ഞാൽ സുന്നികളായ ആളുകളൊക്കെയും ചെയ്യുന്നത് ശിർക്കും മുശ്രിക്കീങ്ങളുമാണ് എന്ന് വഹാബികൾ വ്യാപകമായി സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ വാട്സപ്പുകളിലുമൊക്കെയും പറയുന്ന ഒരു വിഷയമാണ്. എന്ത് ചെയ്താലും, മൗലിദ് കഴിച്ചാലും ഷിർക്ക്, സിയാറത്ത് ചെയ്താലും ഷിർക്ക്, ഇങ്ങനെ മീലാദ് കൊണ്ടാടിയാലും ഷിർക്ക് മുശ്രിക്ക് വ്യാപകമായി ഇന്ന് സുന്നികളെ മേൽ ഈ വാചകം അവർ ഉപയോഗിക്കുന്നത് കൊണ്ട് പേരോട് ഉസ്താദ് അത്തരത്തിലുള്ള ദ്വാരക്കാതിരിക്കലാണ് എന്ന് പറഞ്ഞത്. ഹദീസിലോ ഉലമാന്റെ ഗ്രന്ഥങ്ങളിലോ വന്നിട്ടില്ല. 4 ഫുഖഹാക്കളുടെ മദ്ഹബ്, 4 മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ, ആധികാരിക ഗ്രന്ഥങ്ങളിലൊക്കെ അത് കാണാൻ കഴിയില്ല. അത് പിന്നെ ചില ആളുകൾ ദ്വാരക്കുന്നുണ്ട്. അതേ സമയത്ത് മക്കത്തെ മദീനത്തെ ഇമാമിങ്ങളൊക്കെ ദ്വാരക്കുന്നുണ്ട്. അവരൊക്കെയും ഉദ്ദേശിക്കുന്നത് ഈ സുന്നികളായ ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടല്ല ദ്വാരക്കുന്നത്. മറിച്ച് ഫലസ്തീനിന്റെ മക്കളെയും
തുടങ്ങിയ ഇസ്ലാമിക് രാജ്യങ്ങളിലുള്ള മുസ്ലിമീങ്ങളെ ബോംബിട്ടിട്ട് കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്ലാമിന്റെ ശത്രുക്കളായ കുഫാരിങ്ങളെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശിച്ചതിൽ ദ്വാരക്കുന്നുണ്ട്. അങ്ങനെ ദ്വാരക്കാണെങ്കിൽ അതിൽ തെറ്റില്ല. കാരണം ഇസ്ലാമിന്റെ ശത്രുക്കളാണ് അവരൊക്കെ. അതേ സമയത്ത് ഇന്ന് വ്യാപകമായി വഹാബികളായ ആളുകള് ഈ ദ്വാരക്കാരുണ്ട്. അത് ഉദ്ദേശം സുന്നികളായ ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ന നിലക്കാണ് പേരോട് ഉസ്താദ് പറഞ്ഞത്. മാത്രമല്ല കിതാബുകളിൽ പരിശോധിച്ച് നോക്കിയാൽ ഈ ദുആ കാണാൻ കഴിയില്ല. മാത്രമല്ല ഈ ദുആ വ്യാപകമായിട്ട് ആര് ദ്വാരുന്നത്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ഇബ്നു അബ്ദുൽ വഹാബ് ദ്വാരതാണ്. മുജാഹിദീങ്ങളുടെയും വഹാബികളുടെയും ലീഡറായ ഇബ്നു അബ്ദുൽ വഹാബിന്റെ ഗ്രന്ഥങ്ങളിലാണ് ഈ ദുആ കൂടുതലായിട്ട് കാണുന്നത്. പേരോട് പറഞ്ഞതെനിക്ക് അർത്ഥമുണ്ട് എന്ന് പറഞ്ഞതെനിക്ക് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഇബ്നു അബ്ദുൽ വഹാബിന്റെ ഗ്രന്ഥങ്ങളിലാണ് വാദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന് കൂടുതലായി ഈ ദുആ കാണുന്നത്. ഇബ്നു അബ്ദുൽ വഹാബ് സുന്നികളെ മുശ്രിക്കാക്കിയ ആളും ഇസ്തിഗാസ തവസ്സുൽ ചെയ്തത് ശിർക്കാണെന്ന് പറയുന്ന ആളാണ്. അതുകൊണ്ടായിരിക്കാം പേരോട് ഉസ്താദ് പറഞ്ഞത്. അതുകൊണ്ട് ആ ദുആ ദ്വാരക്കണ്ടേ എന്നല്ല ഞാൻ പറഞ്ഞത്. ആ ദുആ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സുന്നികളായ ആളുകളെയാണ്. പുത്തനാശയക്കാർ ഉദ്ദേശിക്കുന്നത് ഇബ്നു അബ്ദുൽ വഹാബിനെ പോലത്തെ ആളുകൾ. മദ്ഹബിന്റെ ഫിഖ്ഹിന്റെ ഗ്രന്ഥം തുഹഫയിൽ പറയുന്നില്ല, മുഗ്നിയിൽ പറയുന്നില്ല, ഫത്വുൽ മുഈൻ പറയുന്നില്ല. ഈ കിതാബുകളിലൊക്കെയും ഈ ദുആ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഇമാമികളാരും ഈ ദുആനെ എടുത്തു പറയുന്നില്ല. ഹദീസിൽ വാരിദായിട്ടില്ല. അത് പിന്നെ ഇങ്ങനെ ദ്വാരക്കണം എന്ന് പിടിവാശി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ആരെങ്കിലും അത് ദ്വാരന്നിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഉദ്ദേശം സുന്നികളായ ആളുകളെ ശിർക്കും മുശ്രിക്കാക്കുന്ന ആളുകളെ ഉദ്ദേശിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ പുത്തനാശയക്കാരൻ ദ്വാരക്കുമ്പോൾ നമ്മളെ സുന്നികളായ ആളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ദ്വാരക്കുന്നത്. അതേ സമയത്ത് കുഫാരികളായ ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകളെ ഉദ്ദേശിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എന്നാലും അവിടെ വേണ്ടത് കാഫിരീങ്ങളായ ആളുകളെ ശപിക്കുന്നതിന് പകരം, അവരെ നശിപ്പിക്കാൻ വേണ്ടി ദ്വാരക്കുന്നതിന് പകരം അള്ളാഹുവെ അവന് നീ ഹിദായത്ത് കൊടുക്കണമേ എന്ന് ദ്വാരക്കലാണ് നല്ലത്. അള്ളാഹുവെ അവനെ നീ സന്മാർഗത്തിലാക്കണമേ അല്ലാ, അവർക്ക് നീ ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കണമേ അല്ലാ എന്നുള്ള ദ്വാരക്കലാണ് ഏറ്റവും നല്ലത്. ഇത് സാന്ദർഭികമായി ഈ വിഷയം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അള്ളാഹു തആല എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാകട്ടെ.